CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂരിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ അക്കാദമിക് സെഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA അധ്യക്ഷനായി. ഗുരുവായൂരിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രൊഫസർ RLV രാമകൃഷ്ണനും കലാമണ്ഡലം കലാകാരന്മാരും ചേർന്ന് അവതരിപ്പിച്ച നൃത്തത്രയം ശ്രദ്ധേയമായി. പെരുമ്പിലാവിൽ യുവാവിനെ ആക്രമിച്ച് തലയോട്ടി അടിച്ചു തകർത്ത സംഭവം. അറസ്റ്റിലായ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ആക്രമണത്തിനുപയോഗിച്ച ഹോക്കി സ്റ്റിക്ക് കണ്ടെത്തി. ബാറിലെ ജീവനക്കാരായ പാലക്കാട് ചേരമംഗലം സ്വദേശി ജയൻ, തിരുവനന്തപുരം പരപ്പംകുന്ന് സ്വദേശി സുജിത്, പാലക്കാട് സ്വദേശി ഷിജുകുമാർ എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത്. തലക്കോട്ടുകര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി. ഞായർ, തിങ്കൾ ദിവസങ്ങളിലായിട്ടായിരുന്നു പൂരാഘോഷം. ഹൈക്കോടതി ഉത്തരവ് പാലിക്കാതെ കോടതിയലക്ഷ്യ നടപടിക്ക് വിധേയയായ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ രാജിവെക്കണമെന്ന് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, DCC സെക്രട്ടറി ബിജോയ് ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് 30 വർഷം പൂർത്തീകരിച്ച ഗാനരചയിതാവും സംഗീത സംവിധായകനും ഗായകനുമായ M ജയചന്ദ്രനെ ദൃശ്യ ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. ദേശീയ മാനവിക വേദിയും ചാവക്കാട് ഘരാനയും സംഘടിപ്പിക്കുന്ന ചാറിയാർ സംഗീതയാത്ര ബുധനാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ കേന്ദ്ര സംസ്ഥാന ബജറ്റുകളുടെ അവലോകന സെമിനാർ നടത്തി. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായർ, P ജയചന്ദ്രൻ അനുസ്മരണവും സംഗീതരാവും നടത്തി. കാട്ടകമ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ കൃപേഷ്, ശരത്ലാൽ 6ാം രക്തസാക്ഷിത്വ വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി ചിറക്കൽ സെന്ററിൽ അനുസ്മരണ സമ്മേളനം നടത്തി. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി പൊന്നിയൂർ പഞ്ചായത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. പൊതുശ്ശേരി ശ്രീ അയ്യംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ നടതുറപ്പ് നടന്നു. ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ഈ മാസം 10 അടച്ച നടയാണ് ഒരാഴ്ചയ്ക്കു ശേഷം തുറന്നത്. പൊന്നിയൂർകുളം പഞ്ചായത്ത് ജനകീയാസൂത്രണം 2023-24 ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് PVC വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പരിസ്ഥിതി സൗഹൃദവും സുരക്ഷിതവുമായ ആർത്തവ പരിപാലനത്തിനായി വനിതകൾക്ക് മെൻസ്ട്രോൾ കപ്പ് വിതരണം ചെയ്തു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറഞ്ചേരി ഡിവിഷൻ പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നാപ്കിൻ ഇൻസിനറേറ്റർ മെഷീൻ സ്ഥാപിച്ചു. പൊന്നിയൂർകുളം ചമ്മനൂർ സ്റ്റുഡൻസ് ആർട്സ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ 2ാമത് ജമാൽ മെമ്മോറിയൽ ഇന്റർ കോളേജിയേറ്റ് വോളിബോൾ ടൂർണമെന്റിൽ SNGC ചേലന്നൂർ ജേതാക്കളായി. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശരത്ലാൽ, കൃപേഷ്, ഷുഹൈബ് രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി പൊന്നിയൂർകുളം പഞ്ചായത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണം നടന്നു. BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനെ BJP പൊന്നിയൂർകുളം പഞ്ചായത്ത് കമ്മിറ്റി ആദരിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.